എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ. ജില്ലയിൽ കണ്ണമാലി, നായരമ്പലം, ഞാറയ്ക്കൽ ഭാഗങ്ങളിൽ അതിരൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി. പിറവത്ത് ശക്തമായ കാറ്റിൽ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾ പറന്നുപോയി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മഴ കനത്തതോടെ എറണാകുളം ജില്ലയിൽ കടലാക്രമണം അതിരൂക്ഷമായി. കണ്ണമാലി, നായരമ്പലം, ഞാറയ്ക്കൽ ഭാഗങ്ങളിൽ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശവാസികൾ തന്നെ ചാക്കുകളിൽ മണൽ നിറച്ച സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. എറണാകുളം പിറവത്ത് വീടിന്റെയും കടകളുടെയും മേൽക്കൂരകളും പരസ്യ ബോർഡുകളും റോഡിലേക്ക് പതിച്ചു. മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകളും മറ്റും പറന്നുപോയി. കടവന്ത്ര മാവേലി റോഡിൽ 3 വാഹനങ്ങളിലേക്ക് മരം വീണു. കാക്കനാട് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. കാക്കനാട് പള്ളിക്കര മനക്കക്കടവ് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ ഗതാഗത തടസ്സമുണ്ടായി. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും എറണാകുളം ജില്ലയിൽ 179 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല. തിരുവാർ, ഐമനം, മണിപ്പുഴ, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. കോട്ടയം കുമരകം റോഡിൽ പലയിടത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭീമനാൽമരം നിലം പൊത്തി. രാവിലെ തിരക്ക് കുറവായതിനാലും തറയ്ക്ക് സമീപം ഭക്തരില്ലാതിരുന്നതിനാലും വൻ അപകടമൊഴിവായി. 24 കൊച്ചി.